ഞാൻ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ഞാൻ കൊല്ലത്ത് പോകുമായിരുന്നു. ഈ പ്രാവശ്യവും അതുപോലെ കൊല്ലത്ത് പോകുമ്പോൾ കാർ എപ്പോഴും ഞാനാണ് ഓട്ടിക്കാനിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ കാറിൽ കയറുമ്പം തന്നെ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിക്കും, ജപമാലയും ചൊല്ലിയാണ് എപ്പോഴും ഏത് ദൂരേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ കാറിൽ പോവുകയാണെങ്കിൽ പോലും കാറിൽ കയറിയ ഉടനെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും സർവശക്തനായ പിതാവും പ്രാർത്ഥിക്കും. ഈ പ്രാവശ്യം കൊല്ലത്ത് പോകുമ്പോൾ ചാത്തന്നൂർ ബൈപ്പാസ് റോഡിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ തൊട്ടരികെ അച്ഛനുമായിരുന്നു വണ്ടി ഓട്ടിച്ചുകൊണ്ടിരുന്നത്. ഓപ്പോസിറ്റ് ഒരാൾ ഫുൾ ഫോഴ്സിൽ റോങ് ഡയറക്ഷനിൽ വന്ന് കാറ് ഫുൾ ഫോഴ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയെന്ന് പറയുന്നത് കാറ് മൊത്തത്തിൽ ഡാമേജായി. എനിക്ക് അത്രയും വലിയ ആക്സിഡൻറ്റിൽ റോഡിലുള്ളവരെല്ലാവരും കൂട്ടം കൂടി നിങ്ങൾക്ക് 2 പേർക്കും ഒന്നും പറ്റാത്തത് ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് പറഞ്ഞു. ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കാറ് മുഴുവനും ഫുള്ളും ഡാമേജായി. കാറിൻ്റെ അകത്ത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചുകൊണ്ടിരുന്ന കൃപാസന മാതാവിൻ്റെ പത്രവും ലോക്കറ്റും ഫ്രണ്ട് ഡാഷ്ബോർഡിലുണ്ടായിരുന്നു. അതിലൊക്കെ ഒന്നും പറ്റാതെ കാറിൻ്റെ അടി മൊത്തം അടിഞ്ഞു പൊടിഞ്ഞ് മൊത്തത്തിൽ പോയി. ആ കൃപാസന മാതാവിരുന്ന പത്രവും ആ ഫോട്ടോയും എൻ്റെ അച്ഛൻ്റെ സ്റ്റീറിങ്ങിൻ്റെ അടുത്തുണ്ടായിരുന്ന മാതാവിൻ്റെ ലോക്കറ്റും ആ പരിസരം മൊത്തവും എന്നെയും എൻ്റെ അച്ഛനെയും ഒരു പോറൽ പോലും പറ്റാതെ മാതാവ് രക്ഷിച്ചു. കൂട്ടം കൂടി ആൾക്കാർ മൊത്തം ചോദിച്ചു, നിങ്ങൾ ഈ നിമിഷം ജീവനോടെ ഇരിക്കുന്നത് എന്തോ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്തോ ഒരു അത്ഭുതമല്ല, ഞങ്ങൾ അകത്തിരിക്കുന്ന മാതാവിനോട് ഞാൻ വായിച്ചുകൊണ്ട് വന്ന പ്രത്യത്തിൻ്റെ ശക്തിയുമാണെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അത് ഈ മാതാവ് തന്ന ഒറ്റ ഒരു അനുഗ്രഹമാണ്. അതിന് എത്ര വാക്കുകൾ പറഞ്ഞാലും തീരുന്നില്ല. അതിൻ്റെ ഷോക്ക് ഇനിയും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല.